സ്റ്റീഫനെ കുറിച്ച് പറയുന്നത് തീർച്ചയായിട്ടും ആൾ ഈ ഫുട്ബോളിനെ ആരും ഇങ്ങനെ എന്തെന്നാ പറയാ ഈ രീതിയിലൊന്നും ആരും ഇതുപോലെയൊന്നും ഒരു അവാർഡ് ദാന ചടങ്ങോ അല്ലെങ്കിൽ അതിന്റെ പിന്നാലെ പോകാനും തയ്യാറല്ല. ആൾക്ക് ഒരു ആവേശമായിരുന്നു. അപ്പൊ എല്ലാ പ്ലേയേഴ്സിനും എല്ലാവരും അറിയണം എന്നുള്ളത്. കേരളത്തിൽ അഭിമാനിക്കാവുന്ന ടീമായിരുന്നു കേരള പോലീസ് ടീം. അങ്ങനെ ഒരു നോക്കുമ്പോൾ ഒരാൾ ഓടി വരുന്നു, വിക്ടർ സാറ്, ജേക്കബേട്ടൻ, ഇട്ടിമതിയേട്ടൻ, പറക്കും തെളിയ, ഇവരെ കളികളാവണെങ്കിൽ അവരാണ് ഞങ്ങൾക്ക് പ്രചോദനമായത്. എനിക്ക് ഏറ്റവും വലിയ എന്റെ അഭിമാനം എന്റെ മക്കളാണ്. എന്തുകൊണ്ട് ആൺകുട്ടികൾ മാത്രം ഫുട്ബോൾ കളിക്കുന്നത്, എന്തുകൊണ്ട് പെൺകുട്ടികൾ ഫുട്ബോൾ കളിച്ചൂടാന്ന് ചോദിച്ചാൽ ടീച്ചർ ഫൈനലിൽ എന്റെ മക്കളെ അടിച്ച് ഞങ്ങളാ ട്രോഫി വിൻ ചെയ്തു. ചില സമയത്ത് ചിലപ്പോൾ സ്കൂളിൽ നിന്ന് ചിലപ്പോൾ മാനേജർ ഉണ്ടാവില്ല. അപ്പൊ ഞാൻ എന്റെ ഭാര്യനെയാണ് മാനേജറായിട്ട് കൊണ്ടുപോകാറ്. ആദ്യമായിട്ടാണ് അണ്ടർ-14 ടീം സ്കൂൾസിൽ സ്റ്റേറ്റ് ചാമ്പ്യൻഷിപ്പ് നടത്താനാണ്. സ്റ്റേറ്റ് ചാമ്പ്യൻഷിപ്പ് തോമസ് കാട്ടുകാരനാണ്. വളരെ വ്യത്യസ്തത പുലർത്തുന്ന പെൺകുട്ടികൾക്ക് ഫുട്ബോൾ പരിശീലനം നൽകുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന തോമസ് കാട്ടുകാരൻ സന്തോഷ് ട്രോഫി കേരള പോലീസ്, ഇന്ത്യൻ പോലീസ് ടീമുകളുടെ തൻ്റെ പ്രാഗൽഭ്യം സമൂഹത്തെ കാണിച്ചു കൊടുത്തിട്ടുള്ളതാണ്. അണ്ടർ-14, അണ്ടർ-17, അണ്ടർ-19 തലങ്ങളിൽ പെൺകുട്ടികളുടെ സംസ്ഥാന ടീമുകൾക്ക് പരിശീലനം നൽകിയിട്ടുണ്ട്. സംസ്ഥാന ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പുകളിലും സൗത്ത് സോൺ റിലയൻസ് കപ്പിലും സുബ്രതോ ഡിസ്ട്രിക്ട് ചാമ്പ്യൻഷിപ്പിലും തൻ്റെ പരിശീലനം മികവ് തെളിയിച്ച വിജയക്കൊടി ബാധിച്ച തോമസ് കാട്ടുകാരനാണ് കല്ലറക്കൽ ഫൗണ്ടേഷൻ്റെ ഈ പ്രത്യേക പുരസ്കാരത്തിന് അർഹനായിരിക്കുന്ന അദ്ദേഹത്തെ നമുക്ക് ശ്രമിക്കാം. എല്ലാവർക്കും നമസ്കാരം. വേദിയിലിരിക്കുന്ന രവീന്ദ്രൻ സാറ്, സുരേന്ദ്രൻ സാറ്, വിക്ടർ സാറ്, അതുപോലെ നമ്മുടെ ജോയിച്ചൻ്റെ ഗ്രൗണ്ട് ഒന്നും സ്ഥിരമായിട്ട് ചോദിക്കുക. വൈകുന്നേരം ജോയിച്ച ഫോൺ എടുക്കില്ല. അറിയാം, പെൺപിള്ളേരെ പഠിപ്പിക്കാൻ വേണ്ടി ഗ്രൗണ്ട് ചോദിക്കുന്നത്. പക്ഷെ ഒരിക്കലും തടസ്സം പറഞ്ഞിട്ടില്ല കേട്ടോ. ധൈര്യം തോമസോട് കൊണ്ട് പ്രാക്ടീസ് ചെയ്യിപ്പിച്ചോളം പറഞ്ഞു. 11സ് ഗ്രൗണ്ടല്ല എൻ്റെ സ്കൂൾ ചെറിയ ഗ്രൗണ്ടാണ്. അപ്പോൾ 11ന് ശനി ഞായറും ഞാൻ ക്രഷ് കോളേജിലോട്ട് കൊണ്ട് പ്രാക്ടീസ് ചെയ്യിപ്പിക്കാറ്. അതുപോലെ വലിയൊരു സന്തോഷമുണ്ട് ഇതുപോലൊരു അവാർഡ് ആള് സംഘടിപ്പിച്ചത്. ആന്റണീനെ കുറിച്ച് പറയണമെങ്കിൽ, സ്റ്റീഫനെ കുറിച്ച് പറയുന്നത് തീർച്ചയായിട്ടും ആൾ ഈ ഫുട്ബോളിനെ ആരും ഇങ്ങനെ എന്തെന്നാ പറയാ ഈ രീതിയിലൊന്നും ആരും ഇതുപോലെയൊന്നും ഒരു അവാർഡ് ദാന ചടങ്ങോ അല്ലെങ്കിൽ അതിന്റെ പിന്നാലെ പോകാനും തയ്യാറല്ല. സ്റ്റീഫൻ ഫുട്ബോൾ കളിച്ചിട്ടുണ്ടായിരുന്ന പറയുമ്പോൾ ഫുട്ബോൾ കളിച്ചിട്ടില്ലേ? എത്രയോ സന്തോഷ് ട്രോഫി താരങ്ങളെ ആള് അഭിമുഖം നടത്തിയിട്ട് അവരെ ഇപ്പൊ വിക്ടർ സാറിനെ അറിയില്ല എന്ന് പറഞ്ഞ പോലെ തന്നെ ആൾക്ക് ഒരു ആവേശമായിരുന്നു. അപ്പൊ എല്ലാ പ്ലേയേഴ്സിനും എല്ലാവരും അറിയണം എന്നുള്ളത്. അപ്പൊ തീർച്ചയായിട്ടും ആളെ നമ്മൾ പ്രശംസിക്കാണ്ടിരിക്കാൻ പറ്റില്ല. പിന്നെ ഞാൻ ഈ അവാർഡൊന്നും ഞാൻ പ്രതീക്ഷിച്ചിട്ടല്ല നമ്മൾ ഫുട്ബോൾ തുടങ്ങിയത്. ഞാൻ ഒരു ഫുട്ബോൾ പ്ലെയർ ആയിരുന്നു. കേരള പോലീസിന് വേണ്ടി ഏറ്റവും സുവർണ കാലഘട്ടത്തിൽ കേരളത്തിൽ അഭിമാനിക്കാവുന്ന ടീമായിരുന്നു കേരള പോലീസ് ടീം. ഒരു 84 തൊട്ട് 94 വരെ കേരളത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായിട്ട് ഫെഡറേഷൻ കപ്പ് 2 പ്രാവശ്യം കൊണ്ടുവന്നത് കേരള പോലീസ് ടീമാണ്. ആ കേരള പോലീസ് ടീമിന്റെ ഭാഗമായിട്ട് എനിക്ക് കഴിഞ്ഞിട്ടുണ്ട്. അത് വലിയൊരു അഭിമാനമാണ്. പിന്നെ നമുക്ക് അന്ന് കേരള പോലീസിൽ ജോലി ചെയ്യുമ്പോൾ ഈ പറഞ്ഞ പോലെ തന്നെ കോച്ചിങ്ങിനൊന്നും പോകാൻ സമയമില്ല. അപ്പോൾ കളി കഴിഞ്ഞു. അങ്ങനെ ഞാൻ എയർപോർട്ട് എമിഗ്രേഷനിൽ, കൊച്ചി എയർപോർട്ടിലായിരുന്നു, എമിഗ്രേഷൻ വിഭാഗത്തിലായിരുന്നു ഇൻസ്പെക്ടറായിട്ട് ജോലി ചെയ്യുമ്പോൾ. അങ്ങനെ ഒരു നോക്കുമ്പോൾ ഒരാൾ ഓടി വരുന്നു, വിക്ടർ സാറ്. ഞാൻ ഓടിച്ചു തന്നു. വിക്ടർ സാർ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഓടിച്ചു തന്നപ്പോൾ വിക്ടർ സാറ് സൗദിയിലെ ഏതൊരു സ്കൂളിൽ കോച്ചിങ്ങിന് പോയായിരുന്നു വിക്ടർ സാറ്. അതുപോലെ എൻ്റെ ഏറ്റവും അടുത്ത ആളാണ് ഇട്ടിമതിയേട്ടൻ, ഞങ്ങളുടെ അയൽക്കാരനാണ്. ഞാൻ സ്കൂളിൽ പഠിക്കുന്ന കാലഘട്ടത്തിൽ 5ാം ക്ലാസ് വിട്ട ഓടും. ബോയ്സ് ഹൈസ്കൂളിൽ അന്ന് കണ്ടമത്തി ട്രോഫി എന്ന് പറയുന്നത് സന്തോഷ് ട്രോഫികളും നല്ല ടൂർണമെന്റ് ആയിരുന്നു. അന്ന് സന്തോഷ് ട്രോഫി കേരളത്തിന് എടുക്കുമ്പോൾ കേരള സന്തോഷ് ട്രോഫികളും നല്ല കളിയായിരുന്നു. ക്രസ്റ്റ് കോളേജിൽ കണ്ടമത്തി ട്രോഫി, ജേക്കബേട്ടൻ, ഇട്ടിമതിയേട്ടൻ, പറക്കും തെളിയ, ഇവരെ കളികളാവണെങ്കിൽ അവരാണ് ഞങ്ങൾക്ക് പ്രചോദനമായത്. അന്ന് ക്രസ്റ്റ് കോളേജിൽ ഇഷ്ടം പോലെ ഷർഫിൽ അവിടെ പഠിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ എൻ്റെ കൂട്ടുകാരൻ അജി ജൂനിയർ കളിച്ചു. കേരള പോലീസിലന്ന് വരണ്ടായിരുന്നു. എന്തോ സാഹചര്യത്തിൽ ആൾക്ക് പറ്റില്ല. പിന്നെ എനിക്ക് ഏറ്റവും വലിയൊരു തോന്നുന്നത്, ഞാനൊരു സാധാരണ വ്യക്തിയായിരുന്നു. എന്നേക്കാളും വലിയ കളിക്കാരുണ്ടായിട്ടുണ്ടായിരിക്കും എൻ്റെ നാട്ടിൽ. ഇരിഞ്ഞാലക്കുടയിൽ ഒരു ഗാന്ധിഗ്രാമം എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഞാൻ ജനിച്ചു വളർന്നത്. ആ ഗ്രൗണ്ടിൽ അതിൻ്റെ അടുത്തൊരു ചെറിയ ഗ്രൗണ്ട് ഉണ്ടായിരുന്നു. അതാണ് എൻ്റെ പ്രചോദനം ഞാൻ ഫുട്ബോൾ കളിച്ചു വരാനും. ഒരിക്കലും ഞാനൊരു സന്തോഷ് ട്രോഫി പ്ലെയർ ആവുന്നോ കേരള പോലീസിൻ്റെ ഭാഗമാവുന്നോ ഒന്നും ഞാൻ വിചാരിച്ചിരുന്നില്ല. പിന്നെ അതിശയമായിട്ട് എനിക്ക് പറയാനുള്ളത്, ഈ ഫുട്ബോൾ ഫീൽഡിൽ വരുന്ന ഞാനല്ല. ഞാൻ റിട്ടയർഡ് ആയ സമയത്ത് ഇപ്പം എൻ്റെ കുട്ടികൾ, എനിക്ക് ഏറ്റവും വലിയ എൻ്റെ അഭിമാനം എൻ്റെ മക്കളാണ്. ഏറ്റവും വലിയൊരു അഭിമാനം എന്ന് പറഞ്ഞാൽ എൻ്റെ മക്കളാണ്. കാരണം എന്താ വെച്ചാൽ കളിക്കുന്ന കാലത്ത് പേരും എനിക്ക് ഇത്ര കിട്ടിയില്ല. ഇപ്പം എല്ലാവരും തന്നെ അറിയും. എന്നും അനുമോദനം ചടങ്ങുകളാണ്. എന്നും അനുമോദനങ്ങളാണ്. കാരണം എന്താ വെച്ചാൽ ഞാനൊരു ഇതുപോലെ തന്നെ അസോസിയേഷൻ്റെ പ്രസിഡന്റ് സ്ഥാനം ഏറ്റെടുത്ത് നിൽക്കുമ്പോഴാണ് ഒരു ടീച്ചർ, ഇവരെ ഹസിത ടീച്ചറിൻ്റെ ഒരു ടീച്ചറുണ്ട്. അവർക്ക് പെൺകുട്ടികളെ പ്രൊമോട്ട് ചെയ്യുന്നുള്ള ചിന്താധികാരിതയാണ്. അവരൊരു ഫംഗ്ഷന് വിളിച്ചപ്പോൾ ഞാൻ അവിടെ ചെല്ലാൻ വൈകി. അപ്പോൾ അവിടുത്തെ മെമ്പറോട് ആൾ ചോദിച്ചു, തോമസ് സാർ എന്താണെന്ന് ചോദിച്ചപ്പോൾ ആൾ പറഞ്ഞു ഫുട്ബോൾ പ്ലെയർ ആണെന്ന് പറഞ്ഞു.
ആ ടീച്ചർ എന്നോട് ഞാൻ ആ ഫംഗ്ഷൻ കഴിഞ്ഞ് നിന്നപ്പോൾ ടീച്ചർ ചോദിച്ചു, മാഷെ ഇപ്പോൾ പിള്ളേർ മാഷെന്ന് വിളിക്കുന്നുണ്ട്, ഞാൻ സ്കൂളിൽ പഠിപ്പിച്ചിട്ടൊന്നുമില്ല, ഫുട്ബോൾ പഠിപ്പിക്കാണ്ട് മാഷെന്ന് പറയുന്നത്. ആ ടീച്ചർ എന്നോട് ചോദിച്ചതാണ് ഏറ്റവും എനിക്ക് പ്രചോദനം. ടീച്ചർ ചോദിച്ചു, എന്തുകൊണ്ട് ആൺകുട്ടികൾ മാത്രം ഫുട്ബോൾ കളിക്കുന്നത്, എന്തുകൊണ്ട് പെൺകുട്ടികൾ ഫുട്ബോൾ കളിച്ചുകൂടാന്ന് ചോദിച്ചാൽ ടീച്ചർ. ഞാൻ പറഞ്ഞു, നിങ്ങൾ തയ്യാറാണെങ്കിൽ ഞാൻ തയ്യാറാണെന്ന് പറഞ്ഞു. പക്ഷേ 2 വർഷം സ്കൂളിൽ അനുവദനീയം ഉണ്ടായില്ല, ആരും സപ്പോർട്ട് ചെയ്തില്ല. പക്ഷേ 2 വർഷം കഴിഞ്ഞ് 7ാം ക്ലാസ്സിൽ 6ാം ക്ലാസ്സിൽ പഠിക്കുന്ന എൻ്റെ ഫസ്റ്റ് ബാച്ച് ഒരു 5-8 പേരുണ്ട്. അവർ എനിക്ക് 7ാം ക്ലാസ് തൊട്ട് കിട്ടി തുടങ്ങി. ആ കൊല്ലം തന്നെ ഞങ്ങൾ സബ് ജില്ല ജേതാക്കളായി. ആ വർഷം എൻ്റെ എല്ലാ കുട്ടികളും സബ് ജില്ലയ്ക്ക് വേണ്ടി കളിച്ചെന്നുള്ളതാണ്. അതേപോലെ തന്നെ നമ്മുടെ സെക്രട്ടേറിയറ്റ് സ്കൂള് അവരെ 100ാം വാർഷികമായിരുന്നു. 100ാം വാർഷികം. ആ വാർഷികത്തിന് അവർക്ക് ഒരു വനിതാ ടീം ഉണ്ടായിരുന്നു. അവിടെ വനിതാ ടീം അവർക്ക് മാത്രം അന്ന് കാര്യമായിട്ടുണ്ടായിരുന്നുള്ളൂ. നല്ല ടീമായിരുന്നു. അണ്ടർ 17 അവർ 100ാം വാർഷികത്തോടനുബന്ധിച്ച് അവരൊരു ടൂർണമെന്റ് നടത്തണം. ആദ്യമായിട്ട് 6 മാസമായിട്ടോടെ ഞാൻ തുടങ്ങിയിട്ട് അവർ 2-3 വർഷമായിട്ട് ടീമുണ്ട് അവർക്ക്. ആ 6ാം മാസത്തിൽ ഞങ്ങൾ ചെന്ന് കളിച്ചു. അവർ പ്രതീക്ഷിച്ചു 100ാം വാർഷികത്തോടനുബന്ധിച്ച് വനിതകളുടെ ട്രോഫി അവിടെ വെക്കാന്നാണ് വലിയൊരു അഭിമാനമല്ലേ. വനിതകളുടെ അധികം ഉണ്ടായിരുന്നില്ലോ. പക്ഷെ ആ പ്രതീക്ഷയ്ക്ക് തെറ്റിച്ചുകൊണ്ട് ഫൈനലിൽ എൻ്റെ മക്കളടിച്ച് ഞങ്ങൾ ആ ട്രോഫി വിൻ ചെയ്തു. 6ാം മാസത്തിൽ ഞാൻ റിസൾട്ട് ഉണ്ടാക്കി വരിക. അതാണ് പറഞ്ഞത്, നമ്മൾ ഹാർഡ് വർക്ക് ചെയ്യണം. എല്ലാവരും കാശ് മേടിച്ചിട്ടാണ് പരിശീലനം നടത്തണത്. ഞാൻ 10 ദിവസം മേടിക്കുന്നില്ല. പക്ഷെ എൻ്റെ ഏറ്റവും വലിയ പ്രചോദനം എൻ്റെ വീട്ടിലാണ്. എൻ്റെ ഭാര്യ ഒന്ന് എഴുന്നിട്ടുന്ന സഹോദരി, ഇതെൻ്റെ ഭാര്യ. ഭയങ്കര സപ്പോർട്ടാണ് എനിക്ക്. ഭാര്യയല്ല, മക്കള് വരെ ഇതിൻ്റെ കൂടെ പിന്നാലെ ഭയങ്കര സപ്പോർട്ടാ. ചില സമയത്ത് സ്കൂൾ ടീം പോകുമ്പോൾ മാനേജർ പെൺകുട്ടികളെ കണ്ട് മാനേജർ വേണമെന്ന് പറയും. അപ്പൊ ചില സമയത്ത് ചിലപ്പോൾ സ്കൂളിൽ നിന്ന് ചിലപ്പോൾ മാനേജർ ഉണ്ടാവില്ല. അപ്പൊ ഞാൻ എൻ്റെ ഭാര്യേനെയാണ് മാനേജറായിട്ട് കൊണ്ടുപോകാറ്. തിരുവനന്തപുരത്തേക്ക് മാനേജറായിട്ട് കൊണ്ടുപോയത് 3-4 ദിവസം ആളായിരുന്നു. പിന്നെ അവിടെ താമസിക്കാൻ സൗകര്യം ഷർഫലി അവിടെ പ്രസിഡന്റ് ആയതുകൊണ്ട് ആളവിടെ സ്ഥലം കിട്ടി. അപ്പൊ അങ്ങനെ വീട്ടിൽ നിന്നും ഭയങ്കര സപ്പോർട്ടാണ്. അതേപോലെ തന്നെയാണ് എൻ്റെ മക്കളുടെ പേരൻസിന്റെ സപ്പോർട്ടാണ്, ഭയങ്കര സപ്പോർട്ട്. അതിന്റെ പ്രിൻസിപ്പാൾ വന്നിട്ടുണ്ടായിരുന്നു. ആദ്യം അവർക്ക് വലിയ സപ്പോർട്ടൊന്നും ഉണ്ടായില്ല. പിന്നീട് ടീമിന് റിസൾട്ട് വന്നോളൂ. ഇപ്പോൾ പ്രിൻസിപ്പാൾ HM അവിടുത്തെ മാനേജ്മെന്റ് ഞങ്ങളുടെ കൂടെയാണ്. ഒരു കണ്ടിന്യൂസ് ആയിട്ട് 5 വർഷമായിട്ട് സബ് ജില്ലയിൽ ഞങ്ങളെ ചാമ്പ്യൻസ്, റവന്യൂ ജില്ലയിൽ ഞാനാണ് കോച്ച്, ഞങ്ങളെ ചാമ്പ്യൻസ്. പിന്നെ രണ്ട് കാര്യം എന്ന് വെച്ചാൽ സൂപ്പർ കപ്പ് 2 വർഷം അടുപ്പിച്ചപ്പോൾ തൃശ്ശൂർ ജില്ല ചാമ്പ്യൻസ് ഞങ്ങളാണ്. പിന്നെ റിലയൻസ് കപ്പ് അണ്ടർ 17 അണ്ടർ 14 കഴിഞ്ഞ വർഷം 2 വർഷമായിട്ട് സൗത്ത് സോൺ ചാമ്പ്യൻസ് എൻ്റെ സ്കൂൾ ടീമാണ്. പിന്നെ എനിക്ക് തോന്നുന്നു, എനിക്ക് പ്രിയമേടത്തിന് അറിയുന്നില്ല, പ്രിയമേട കഴിഞ്ഞ 9 വർഷം ആദ്യമായിട്ട് അണ്ടർ 14 ഗേൾസിന്റെ ടൂർണമെന്റ് നടത്തിയ സ്കൂൾസ്. കഴിഞ്ഞ 9 വർഷം അന്ന് ജേക്കബ് ഏട്ടനുണ്ട്, വിക്ടർ സാറിൻ്റെ അവിടെ സെലക്ഷന്. അവർ ആൺകുട്ടികളിലായിരുന്നു, രാജീവായിരുന്നു പെൺകുട്ടികളുടെ സെലക്ടർ. ആദ്യമായിട്ടാണ് അണ്ടർ 14 ടീം സ്കൂൾസിൽ സ്റ്റേറ്റ് ചാമ്പ്യൻഷിപ്പ് നടത്തുന്നത്. അതിന്റെ തൃശ്ശൂർ ജില്ലയുടെ കോച്ച് ഞാനായിരുന്നു. എൻ്റെ പിള്ളേരെ 9 പേരായിരുന്നു, സ്കൂളിൽ നിന്ന് 9 പേരായിരുന്നു. ആ വർഷം നമ്മളുടെ കണ്ണൂർ ഡിവിഷന്റെ കുട്ടികളാണ് കണ്ണൂർ ഡിവിഷന് വേണ്ടി കളിച്ചിരുന്നത്, കണ്ണൂർ സ്കൂൾസിന് വേണ്ടി കളിച്ചത്. ആ കണ്ണൂർ ഡിവിഷനെ അടിച്ചുകൊണ്ടാണ് ഞങ്ങൾ സ്കൂള് ആ കൊല്ലം തൃശ്ശൂർ ജില്ല ചാമ്പ്യൻസ് ആയത്. അതേപോലെ തന്നെ അണ്ടർ 17 നിർത്താൻ പറഞ്ഞിട്ട് ഞാൻ കളിയുടെ കാര്യം പറഞ്ഞ അണ്ടർ 17 കണ്ണൂർ ഡിവിഷനും എറണാകുളം ഡിവിഷനും അടിച്ചിട്ടാണ് അണ്ടർ 19 കഴിഞ്ഞ വർഷം തിരുവനന്തപുരം 2 ടീം ചാമ്പ്യൻസ് ചെയ്തിട്ടില്ല. അപ്പൊ നമ്മള് കോച്ചിങ് എടുക്കാൻ പോയിട്ട് കാര്യമില്ല, ഫുട്ബോൾ കയറിയ അതിനോട് ആത്മാർത്ഥത കാണിക്കുക, അതിന് നമുക്ക് കുട്ടികളിൽ സപ്പോർട്ട് കിട്ടുക. അപ്പൊ തന്നെ എന്ത് ചെയ്യും, ഇത് വിജയപ്രദമാകും. അതിന്റെ പിന്നാലെ നിൽക്കണം. ഫുട്ബോൾ ഉരുണ്ടതാണ്, ആ ഉരുണ്ടന്റെ പിന്നാലെ പോകണം എന്നാണ് ഞാൻ പറയുന്ന മക്കളോട്. അപ്പോൾ തീർച്ചയായിട്ടും വിജയം കണ്ടെത്തും, യാതൊരു അംശമില്ല. പിന്നെ ഒരു അഭിമാനത്തോടെ ഒരു കാര്യം കൂടി പറയണം. ഇപ്പൊ ലാസ്റ്റ് ജില്ലാ ജൂനിയർ ഗേൾസിന്റെ തൃശ്ശൂർ ജില്ലാ DFA കോച്ച് ഞാനായിരുന്നു. അവരെന്നെ കോച്ചായിട്ട് വെച്ചു. എനിക്ക് ആ കൂടി ഒരു ദിവസം കിട്ടിയുള്ളൂ. പക്ഷെ അവർക്ക് അറിയില്ലായിരുന്നു എനിക്ക് ലൈസൻസിലെന്ത് വരും. ലൈസൻസ് എടുത്ത് സ്കൂൾ ടീം കൊണ്ടുണ്ടല്ലോ. അപ്പൊ ലൈസൻസ് അവരെ തരാം. ഞാൻ എനിക്ക് തോമസ് സാറ് ലൈസൻസ് ഉണ്ട്, കാറിന്റെ ലൈസൻസ് ഉണ്ട്, ലൈസൻസ് ഇല്ലാന്ന് പറഞ്ഞു. പക്ഷെ അപ്പൊ അവരെന്ത് ചെയ്തു, മിനിയുന്നുണ്ടൊരു കുട്ടീനെ എൻ്റെ പേരിന് ആരെങ്കിലും വേണം ലൈസൻസ് ജില്ലാ ടീമിനെ കൊണ്ടുപോകാം, അവരെൻ്റെ പേരിലാക്കിയിട്ട് എന്നെ മാനേജറാക്കി. അത് സെമി വരെ ഞങ്ങൾ ആ ടീമിനെ എത്തിച്ചു. ആദ്യമായിട്ടാണ് കൊണ്ടുപോകണം. അപ്പോൾ എന്തായാലും എല്ലാവരും പറയും ലൈസൻസ് എടുക്കണം എന്ന് പറയുന്നത്. ഞങ്ങളുടെ പോലീസിന്റെ പ്ലേയേഴ്സ് ആരും അങ്ങനെ ലൈസൻസിന് പോയിട്ടില്ല. ചാക്കോ ഒരു കുഞ്ഞുഷം മാത്രമേ പോയിട്ടുള്ളൂ. കാരണം കളി കഴിഞ്ഞാൽ എല്ലാവരും റിട്ടയർമെന്റ് ലൈഫ് എൻജോയ് ചെയ്ത് നടക്കാറ്, ഞാൻ മാത്രം ഇതിന് പിന്നാലെ പോണേ. പക്ഷെ അതിനാണ് സെബി പറഞ്ഞ പോലെ നമ്മൾ എന്തെങ്കിലും ഹാർഡായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടോ അതിന് തീർച്ചയായിട്ടും റിസൾട്ട് കിട്ടും. ആ റിസൾട്ടാണ് ഇന്ന് ഈ അവാർഡ് കിട്ടിയത്. അപ്പൊ ഞാൻ കൂടുതൽ കിട്ടുന്നില്ല. എല്ലാവരോടും എല്ലാവിധ
ആശംസകൾ നേർന്നുകൊണ്ട് പ്രത്യേകിച്ച് സ്റ്റീഫന്റെ ഈ കല്ലറയ്ക്കൽ ഫൗണ്ടേഷൻ വളരെ വിജയപ്രദമാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം.